നീ എന്തൊരു ചോദ്യമാണോ ചോദിച്ചത്? കുടുംബമായിട്ട് താമസിക്കണം എന്നോട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് നീ ചോദിച്ചത്. അല്ലേലും നിന്റെ ഈ സോഷ്യൽ മീഡിയയിൽ നീ ഇങ്ങനെ ഈ ഗസ്റ്റിനോട് ഊള ചോദ്യങ്ങൾ ചോദിക്കണം നിന്റെ പതിവാണ്. നിന്റെ ഷൂട്ട് മണ്ണാകട്ടം വേണ്ട. നീ ഈ ക്യാമറ കൊണ്ട് പോയി എന്റെ വീട്ടിൽ നിന്ന്. പൊളിച്ച് കിടില. ഇന്റർവ്യൂവിന് മുമ്പേ ഈ സാധനം അങ്ങ് പേസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇന്റർവ്യൂ വെക്കുന്നു, കിടക്കും. ആൾക്കാരെല്ലാം വിളിച്ച് ചോദിക്കും അവൻ എന്തുള്ള ചോദ്യം ചോദിച്ചെന്ന്. ഇന്റർവ്യൂ മൊത്തം ഇരുന്ന് കാണുവോ? ഓ, സോഷ്യൽ മീഡിയ നിന്ന് കത്തും. അല്ലെങ്കിൽ നമ്മൾ കത്തിക്കും. കത്തിച്ചാ ഞാൻ വരുന്നതിന് അടുപ്പ് കത്തിച്ചാ? അടുപ്പല്ല, സോഷ്യൽ മീഡിയ നിന്ന് കത്തുവന്ന്. അണ്ണ ഇവിടെ പോയിരുന്നു ഇത്രയും നേരം? അതെ, ഇവളിവിടെ ഉണ്ടാക്കുന്ന പാചകമെല്ലാം ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന ഞാനാണല്ലോ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ടൂറിലായിരിക്കും. ഇപ്പൊ തന്നെ വേണ്ടേ അവിടെ നിന്ന് ഒരു ടൂർ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ചും വീഡിയോയെ കുറിച്ചും ഒക്കെ നാട്ടുകാർക്ക് നല്ല അഭിപ്രായം. അങ്ങനെ പറഞ്ഞു കൊടുക്കാം. പിന്നെ വീഡിയോ കണ്ട നാട്ടുകാർക്ക് എന്തും പറയാം. എന്നാൽ മുട്ടയുടെ വേദന കോഴിക്കും അത്രേ അറിയാവൂ. അങ്ങനെ പറയുന്നു വേണ്ട. ഇനി എന്തായാലും എന്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി 2 ദിവസം ഈ പാചകത്തിന്റെ ഷൂട്ട് ഞാൻ ചെയ്യും. അപ്പൊ 2 ദിവസം ഗംഭീര ടൂർ പാക്കേജ്. 2 ദിവസം എനിക്ക് പറ്റത്തില്ല, ഇന്ന് മാത്രമേ പറ്റത്തുള്ളൂ. നാളെ എന്റെ മാമന്റെ മോന്റെ കല്യാണമാണ്. അയ്യോ, അപ്പൊ നിങ്ങൾ രണ്ടുപേരും നാളെ കാണൂലേ? സാർ ഇവിടെ കാണും. എന്ത് സാറിന് ടൂർ കണക്കല്ലയോ? പിന്നെ എന്തിനാ ഇവിടെ വച്ചേക്കുന്നത്? സഹായത്തിന് വേണ്ടി ആണോ? എന്നിട്ട് നീ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ടോ? ആ വർത്താനം പറയല്ലേ സാറേ. സാർ എന്നും ടൂർ പോവാൻ നേരത്ത് സാറിന്റെ ഈ 2 സൂട്ട്കേസ് എടുത്തുകൊണ്ട് എയർപോർട്ടിന്റെ വാതിൽ വരെ കൊണ്ട് വെച്ചെടുത്തില്ലേ? എന്നിട്ട് സാറ് ടൂറും കഴിഞ്ഞ് ഭിത്തിയിൽ ഇങ്ങനെ കുഴഞ്ഞു പിടിച്ച് നിൽക്കുമ്പോൾ സാറിനെ പിടിച്ചോണ്ട് ഇവിടെ ഇരുത്തുന്നില്ലേ? പിന്നിപ്പോ കൂടെ വരാൻ പറ്റുമോ സാറേ? നീ ഒരു കാര്യം ചെയ്യ്, പോയി 5-6 കലം വെള്ളം കോരിക്കൊണ്ടോ. വെള്ളമൊക്കെ രാവിലെ ഞാൻ കോരി വെച്ച്. എടാ, അത് തീർന്ന്. വെള്ളം തീർന്ന പിന്നെ വെള്ളത്തിന് ചെലവില്ലേടാ. ഇങ്ങനെ പോണെങ്കിൽ ഒറ്റ ഐഡിയ ഉള്ളൂ. ആ കിണർ തള്ളി ഞാൻ അവിടെ കൊണ്ടുവച്ചരാം. ഇങ്ങനെ വെള്ളം കോരിച്ചാവാ എന്നെ കൊണ്ടുപോയാ കേട്ടോ. നീ ഒരു കാര്യം ചെയ്യ്, ആയിരിക്കുന്ന ചരുവത്തിൽ ഒരു മുക്കാച്ചരുവം വെള്ളം എടുത്തോണ്ടോ. മുക്കാൻ വേണ്ടിയാണല്ലോ വെള്ളം എടുക്കാൻ പോണത്. എന്താ? അല്ല, മുക്കാച്ചരുവം വെള്ളം എടുക്കാൻ വേണ്ടിയാണല്ലോ പോണേന്ന്. അപ്പൊ നമുക്ക് ആ സാധനം ഷൂട്ട് ചെയ്താലോ? ചെയ്യാലോ. അപ്പൊ അതിനു മുമ്പേ ഈ യൂട്യൂബിൽ ഒരുപാട് വരുമാനം കിട്ടുന്ന കഥയൊക്കെ എനിക്ക് അറിയാം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് കാശിന് ആവശ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതാണോ കാര്യം? എനിക്ക് ഇതാണ് എളുപ്പം. നമുക്കിപ്പോ വരുമാനം കുറഞ്ഞെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്തൊരു ചെയ്യും? നമ്മൾ ഫോൺ എടുക്കും, അതിനകത്തോട്ട് നാട്ടുകാർ ഒരു 10-20 തെറി അങ്ങോട്ട് പറയും, എന്നിട്ട് അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യും, എന്നിട്ട് പോയി കടം മേടിക്കും. അതെന്തിനു കടം മേടിക്കുന്നത്? ഈ വൈറലായിട്ട് വീഡിയോ കയറി കൊള്ളുമല്ലോ, അപ്പൊ അതിൽ നിന്ന് കാശ് വരുമല്ലോ. ആ വരുമാനം എടുത്തിട്ട് നമ്മൾ കടം വീട്ടും. ആ ഐഡിയ കൊള്ളാം. പക്ഷെ ഈ സാധനം വൈറലായില്ലെങ്കിലോ? ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ദിവസം രാവിലെ ഇവക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നിരിക്കട്ടെ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ഏതെങ്കിലും അപ്പൂപ്പന്മാർ നടത്തുന്ന ചായക്കടയിൽ ചെല്ലുമ്പോ എന്നിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾ ഫുഡ് ബ്ലോഗർമാരാണെന്നും പറഞ്ഞ് അവിടെയുള്ള ഐറ്റങ്ങളെല്ലാം തിന്നിട്ട് ടാറ്റയും പറഞ്ഞു പോരും. അത് കൊള്ളാം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരുപാട് വൈറൽ ഐറ്റം ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഈ വൈറൽ ഐറ്റം മാത്രം നിങ്ങൾ ഉണ്ടാക്കണത്? അയ്യോ, അത് സിമ്പിൾ അല്ലേ. ഇപ്പൊ കാണിച്ചു നിങ്ങൾ അപ്പറം വഴി വരി മനുഷ്യ. അത് എന്താണെന്ന് ഞാൻ പറയാം, കേട്ടോളി. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണെന്ന് കരുതിയിട്ട് ഈ ചട്ടി അങ്ങോട്ട് വെക്കണം. എന്നേരം ഈ മനുഷ്യരുടെ മനസ്സ് എണ്ണ മാതിരി തിളയ്ക്കും. അപ്പൊ നമ്മൾ ഒരു 25 പഞ്ചത്തെറി അതിനകത്തൊട്ടിട്ട് ഇങ്ങനെ ഇളക്കണം. അപ്പൊ ഇത് കടുക് പോലെ പൊട്ടി തീരും. തീർന്നു കഴിയുമ്പോ ഇച്ചിരി കുശുമ്പ്, ഇച്ചിരി കുന്നായ്മ, ഇച്ചിരി ഓവർ ആക്ടിങ് എല്ലാം കൂടെ ഇങ്ങോട്ട് വഴക്കിയെടുത്ത് അവിടെ വെക്കണം. പിന്നെ കറിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സാധനം അത്യാവശ്യം വേണ്ടത് ഉപ്പ്. ഈ ഉപ്പാണെന്ന് കരുതി കുറച്ച് അവിഹിതം തോനയിട്ട് അങ്ങോട്ട് ഇളക്കി പൊത്തി വെക്കുമ്പോ ഒരു കമന്റിന്റെ മണം അങ്ങോട്ട് അടിച്ചു തുടങ്ങും. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ അവരുടെ അണ്ണാക്കിലേക്ക് സോഷ്യൽ മീഡിയ വഴി അപ്ലോഡ് ചെയ്ത് തള്ളിക്കൊടുക്കുക. സത്യം പറഞ്ഞാണ്ടല്ലോ, ഈ കമന്റിന്റെ നെഗറ്റീവും പോസിറ്റീവും ഞങ്ങൾ നോക്കാറില്ല. ഉദാഹരണത്തിന് എവിടെ അച്ഛൻ മരിച്ചിട്ട് 10 കൊല്ലമായി. സത്യം പറയാലേ, എനിക്ക് ആ ഒരു ഫീലേ ഇല്ല കേട്ടാ. അതെന്ത് ഫീൽ ഇല്ലാത്തത്? അമ്മാതിരി തന്തയ്ക്കൂടിയല്ലേ നമുക്ക് യൂട്യൂബിൽ ഇത് കിട്ടണത്. പിന്നെ ഞങ്ങൾ പല തവണ ശ്രമിച്ചു നോക്കി വൈറലാവാൻ, നടന്നില്ല. ഞാൻ 3 തവണ കിരട്ടി ചാടി വൈറലായ, ആശുപത്രിയിലായി. അവസാനമാണ് ഞാൻ ഈ പാചകം കയറി അങ്ങ് പിടിച്ചത്. ഈ എവളുണ്ടാക്കുന്ന പാചകം മാത്രമല്ല, പിന്നെ ഈ പാചകം കഴിഞ്ഞിട്ട് എവളുണ്ടാക്കുന്ന ആ സാധനം ഞാൻ ഇങ്ങനെ തൊട്ടിട്ട് ഒരു എക്സ്പ്രഷൻ ഇടും. എങ്ങനെ അറിയാമോ? സൂപ്പർ. എന്തരി വൗലങ്ങ് കയറി ആ എക്സ്പ്രഷനിലാണ് വീഡിയോ എല്ലാം റീച്ച് ആവണത്. തന്നെ. അപ്പൊ ചുരുക്കം പറഞ്ഞ അണ്ണനാണ് മെയിൻ. അയ്യോ അല്ല,
പിന്നെ എന്റെ വീഡിയോ ആണ് ലൈക്കും കമന്റും ഷെയറും ഒക്കെ കൂടുതൽ കേറണത്. അയ്യാ, അതങ്ങ് പൊടിയെടുത്ത് സത്യം പറയാലോ, ഇവിടുത്തെ മെയിൻ ഞാനാണ്. എവളെന്ന് പറഞ്ഞാൽ എന്റെ ഒരു സ്റ്റെപ്പിന് വൃത്തികേട് പറയണം. എന്നോട് പറയുന്നത് കേട്ടില്ല, ഞാൻ സ്റ്റെപ്പിനെയാണ്. ഇത് ഇയാൾക്ക് പറയാൻ കൊള്ളണ ഒരു വർത്തമാനമാണ്. നീ എന്റെ ഇവിടുത്തെ ഒരു സെറ്റപ്പ്. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ അടിക്ക് ഞാൻ പറയാൻ കൊളക്കും കേട്ടോ. അങ്ങനല്ലെന്ന്, നീ എന്റെ പെണ്ണും പിള്ള. ഒന്ന് നിർത്ത്. നിങ്ങൾ നടന്ന് വഴക്കുണ്ടാക്കല്ലേ. നിങ്ങൾ നേരത്തെ വെള്ളം എടുക്കാൻ വരുന്ന പറഞ്ഞു വിട്ടില്ലേ? അവത അടിച്ച് പിറ്റാറ്റ് കയറി പറഞ്ഞു. കിട്ടിയ ഗ്യാപ്പിൽ നീ പോയി വെള്ളം അടിച്ചല്ലേടാ? വെള്ളം അടിച്ചൊന്നും അല്ല, പിന്നെ അണ്ടാവിനകത്ത് വെള്ളം കൊണ്ടുവന്ന് നോക്ക്. വെള്ളം കിടന്ന് ലാമ്പും ലാമ്പുന്നതിന്റെ വാട്ടമായത്. അന്നൊന്ന് വെച്ച് നോക്കിയാണ് പിടിച്ചാണ് നടന്നാണ്. കണ്ടാ പോണപോക്ക് കണ്ടാ? ലാമ്പല്ല ലാമ്പല് കണ്ടാ? നിങ്ങൾ ഇത് എന്താണ് കാണിക്കണത്? ചേച്ചിയുടെ ഉച്ചയിലോട്ട് നീ വെച്ച് നോക്കിയാണ്. ആറുമുഖൻ മുന്നിൽ ചെന്ന് കാവടിയും നാട് മുരുകന്റെ നാട് ഉള്ളിലാളും ഒന്ന് പിടിച്ചാണ്. എന്തൊരു വേലകൾ ഇത്. എനിക്ക് കുറച്ച് വെറൈറ്റി സാധനങ്ങൾ വേണം. വെറൈറ്റി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. യോ വെറൈറ്റി ഉണ്ട്. ഉണ്ടാ? എന്റെ പൊന്നു ദൈവമേ, അടിപൊളി വെറൈറ്റി സാധനം ഉണ്ട് ഇവിടെ. അത് പറ എന്നാ. ഈ വാ വന്ന് ചെവി തട്ടുന്ന കണ്ടിട്ടുണ്ടോ? ശരി. ഈ വാ വന്ന് ഈ ചെവിയിൽ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടോ? ചേച്ചി ചേച്ചി മോഡേൺ ആയിട്ടും സംസാരിച്ചേച്ചി. നമ്മളിപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാ വന്ന് ചെവിക്കകത്തടിക്കുന്ന അടി എന്താ ചേച്ചി? കേട്ടാ? തപ്പിയൊക്കെ കൊണ്ടുള്ള ഒരു വിഭവമാണ്. അയ്യോ ചേച്ചി നിർത്ത് മതി. ഇനി കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വാ വന്ന് ഈ ചെവിക്കകത്ത് കുരുങ്ങിയിട്ട് ഹെഡ്സെറ്റ് വെച്ചാണ് ചേച്ചിക്ക് ചെവി കേൾക്കാൻ പോയി അത് ഇവിടെ കിടന്ന് ഭ്രാന്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് അത്രയും മതി. പിന്നെ വേറെ പറഞ്ഞോ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു യൂട്യൂബർ വന്നായിരുന്നു. വന്നാ? എന്റെ പൊരുദേവമേ, ചേച്ചിയുടെ മോഡേൺ സംസാരം അങ്ങോട്ട് കേട്ട് തുടങ്ങിയോടെ അവൻ ഒരു ഓട്ടോ ഓടി. അവന്റെ ഈ കാലിന്റെ ഉപ്പൂറ്റോട്ടില്ലടാ, അവന്റെ ഈ തലയുടെ പിറവി വന്ന് അടിച്ചോണ്ട് ഓട്ടോ ഇങ്ങനെ അതൊക്കെ നിനക്ക് പോണതാ. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. അപ്പൊ ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. എന്റെ ഷൂട്ട് മൊത്തം കഴിഞ്ഞു. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. അല്ല വേറെ എടുക്കണ്ട. അപ്പൊ നമ്മളെ പാചകം ഞാൻ കിട്ടണത് ഇളക്കണത് അതെല്ലാം ഞാൻ എടുത്തി കയറ്റിക്കോളാം. എനിക്ക് ആവശ്യമുള്ള സാധനം കിട്ടി. നാളെ എന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് നിർത്തുന്നു. നിങ്ങൾ രണ്ടുപേരെ ഫോട്ടോ വെക്കുന്നു. താഴെ കിടക്കൊരു തമ്പലൈന്. എന്തൊരു തമ്പലൈന്? വൈറൽ പാചകക്കാരൻ ഓമനക്കുട്ടന് ഒരു സ്റ്റെപ്പിനി. ഓ സ്റ്റെപ്പിനി അല്ല, പിന്നെ ഓമന കുട്ടന് ഒരു സെറ്റപ്പ്. അടിപൊളി.